എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സെബ്രോണിക്സിൻ്റെ 4.1 ഹോം തിയേറ്റർ സിസ്റ്റമാണ് നോക്കുന്നത്. ഇത് നമ്മുടെ സാധാ ഹോം തിയേറ്ററാണ് സെബ്രോണിക്സിൻ്റെ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഇതിൻ്റെ ഡിസ്പ്ലേ ഓൺ ആവുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഞാൻ പവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബേസിന് ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷേ ഡിസ്പ്ലേ വരുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫ്രണ്ട് സൈഡ് ഒന്ന് അഴിച്ച് ഇതിനകത്ത്, അതായത് ഈ ഫ്രണ്ട് സൈഡിലാണ് ഇതിൻ്റെ മൊത്തം മൈക്രോ കൺട്രോളർ ഇരിക്കുന്നത്. ഈ മൈക്രോ കൺട്രോളറിൽ സപ്ലൈ വരുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ആദ്യം നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് സൈഡ് അഴിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ. ഈ പാനലിൽ നമുക്ക് ഇവിടെ 5 വോൾട്ട് സപ്ലൈ വരുന്നുണ്ടോയെന്ന് നോക്കാം. അത് ആരും പണിതിട്ടുള്ളതല്ല, കമ്പനി തന്നെ ചെയ്തു വച്ചിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ബോർഡിന് ഈ ബോർഡ് അഴിച്ചെടുക്കണം ആദ്യം. അപ്പോൾ ഫ്രണ്ട് പാനൽ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ ഫ്രണ്ട് പാനലിരിക്കുന്ന ഈ ഒരു കാർഡാണ് ഇതിൻ്റെ മൈക്രോ കൺട്രോളർ. ഈ ഒരു ഹോം തിയേറ്ററിനെ ഫുള്ള് കൺട്രോൾ ചെയ്യുന്ന കാർഡാണിത്. അപ്പോൾ ഇതിലോട്ട് സപ്ലൈ വരുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ സപ്ലൈ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കപ്പാസിറ്ററിനെ ട്രാക്ക് ചെക്ക് ചെയ്താൽ മതിയാവും. ഇവിടെ വരുന്ന ഈ ഒരു കപ്പാസിറ്റർ കണക്ഷൻ ഈ രണ്ട് കണക്ഷനിൽ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും ഇതിലോട്ട് സപ്ലൈ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ മൾട്ടിമീറ്റർ നമ്മൾ വോൾട്ടേജ് മോഡൽ വെച്ചിട്ട് ഇനി ഇതിൽ സപ്ലൈ വരുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ പോയിൻ്റ് വോൾട്ടേജാണ് കാണിക്കുന്നത്. IC ചൂടാവുന്നതും ഇല്ല. അപ്പോൾ ഇവിടെ സപ്ലൈ വരുന്നില്ല. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് റിമൂവ് ചെയ്യാം. സ്ക്രൂ എല്ലാം അഴിച്ചിട്ടുണ്ട്. അത് നമുക്കിവിടെ എലിയോ എല്ലാം കടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. എലിയൊന്നും കടിച്ചിട്ടില്ല. ചിലയിലൊക്കെ എലി കയറി കടിച്ചു കളയും വയറുകളും. ഇതിൽ എലിയൊന്നും കടിച്ചിട്ടില്ല. നല്ല രീതിയിൽ തന്നെ വയർ ഇരിക്കുന്നത്. നമുക്ക് ഇവിടെ പവർ സപ്ലൈ, ഇത് റെക്ടിഫയർ സെക്ഷൻ വരും. ഇവിടെ നമുക്ക് വോൾട്ടേജ് റെഗുലേറ്റിംഗ് വരും. ഇത് 5 വോൾട്ട് വോൾട്ടേജ് റെഗുലേറ്റർ. നമുക്ക് പവർ കൊടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വോൾട്ടേജ് വരുന്നുണ്ടോ ഇല്ലയെന്ന്. ഇതിൻ്റെ ഈ പോർട്ടിൽ 18 വോൾട്ട് വരുന്നുണ്ട്. ഇവിടെ 0.9. അപ്പോൾ ഈ റെഗുലേറ്ററാണ് കംപ്ലൈൻറ്റ്. ഇവിടെ ഔട്ട്പുട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ -0.2 വോൾട്ടേ വരുന്നുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം വേറൊന്നുമല്ല, വോൾട്ടേജ് റെഗുലേറ്റിംഗ് 7805ൻ്റെ ലെഗ് ഡ്രൈ ആണ്. അതായത് ആ ലെഗിൽ നമ്മൾ ഒന്ന് സോൾഡർ ചെയ്യണം.
ഇപ്പോൾ ആ ലെഗ് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് പവർ ഓൺ ചെയ്ത് വെച്ചിട്ട് വോൾട്ടേജ് എത്രയുണ്ടെന്ന് നോക്കാം. ഇത് സെൻറ്ററിലെ പോയിൻ്റ് -14, നേരത്തെ 18 ആയിരുന്നു, ഇപ്പോൾ 14 ആയി. ഔട്ട്പുട്ട് ഇപ്പോൾ 4.975 5 വോൾട്ട് വന്നു. ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് ഫ്രണ്ട് പാനലിലോട്ട് പോകാം. ഫ്രണ്ട് പാനൽ ഓൺ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 5 വോൾട്ട് റെഗുലേറ്റിംഗ് ഐ സിന്ന് 5 വോൾട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഇത് ഓൺ ആവുന്നുണ്ടോ ഇല്ലയെന്ന്. LED കത്തിയിട്ടുണ്ട്, AH ഓൺ ആയിട്ടുണ്ട്. ഇൻപുട്ട് സെലക്ഷൻ മാറുന്നുണ്ട്. വോളിയം കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ ഹോം തിയേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് കണ്ടുപിടിച്ചു, അത് റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ 5 വോൾട്ട് റെഗുലേറ്റിംഗ് ഐ സിയുടെ ലെഗ് പോയിൻറ്റുകൾ ഡ്രൈ സോൾഡറിങ് ആയിരുന്നു, അതുകൊണ്ടായിരുന്നു അത് ഓൺ ആവാതിരുന്നത്. അപ്പോൾ അത് ഡ്രൈ സോൾഡറിങ് ഉള്ളത് നമ്മൾ കറക്റ്റായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചപ്പോഴത്തേക്കും ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്, വോളിയം റൈസ് ആവുന്നുണ്ട്. ഹോം തിയേറ്റർ ടോട്ടലി വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.